അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ സ്നാക്ക് അതേപോലെയൊക്കെ സംഭവമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് റാഗി കൊഴുക്കട്ട കേട്ടോ. ഇതിന് നമ്മൾ മെയിനായിട്ട് നമ്മളെ റാഗിപ്പൊടിയാണ് വേണ്ടത്. ഇതിൽ പിന്നെ ഞാൻ ഒച്ച ഉണ്ടായതാണ്, പിന്നെ ടി വിൻ്റെ അങ്ങനത്തെ ഒക്കെ ഒച്ച ഇതാക്കിയിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റാഗിപ്പൊടി മറ്റേ മുറിച്ചിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഉപ്പിടാം കേട്ടോ. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇതാക്കാം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഉപ്പിട്ടിരുന്നു. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴക്കാം. പിന്നെ നമ്മൾ കൈ വെച്ച് കുഴക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൈ നന്നായിട്ട് കഴുകണം. വൃത്തി വേണം ഗൈസ്, നമുക്ക് വൃത്തി വേണം. അപ്പോൾ നമ്മൾ വൃത്തി കൊണ്ട് നമ്മൾ ഇങ്ങനെ കൈ കഴുകി ലാസ്റ്റ് തൊലിയൊന്നും പോകരുത് കേട്ടോ. നമ്മൾ സോപ്പിട്ടിട്ട് ഒന്ന് കൈ കഴുകിയിട്ട് ഇതാക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മടക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലോട്ട് ചൂടുവെള്ളം കേട്ടോ, ഇത് നമുക്ക് ചൂടുവെള്ളമാക്കിയിട്ട് ഇതിലോട്ട് ഇതാക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ, ഒരു ചപ്പാത്തീൻ്റെ ഒരു മാവ് അങ്ങനെ. എന്നിട്ട് നമ്മൾ ഇത് ഒട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഒട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഇതാക്കിയാൽ മതി. ഇതെൻ്റെ അമ്മേൻ്റെ ബുദ്ധിയാണ് കേട്ടോ. നമ്മൾ ഇത് യൂട്യൂബ് നോക്കിയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതൊന്ന് വിശന്നിട്ട് പണ്ടേ ഇറങ്ങിയപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കി റാഗിപ്പൊടി വെച്ചിട്ട് എന്താക്കാം. അപ്പോൾ റാഗിപ്പൊടി വെച്ചിട്ട് കുഴുക്കിട്ട് വെക്കാം കണ്ടപ്പോൾ നമ്മൾ വേഗം അടുക്കളയിട്ട് കയറി. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ എൻ്റെ സ്വന്തം ചേച്ചിയായതുകൊണ്ടാണ്. പിന്നെ ഒന്ന് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കുറേ ചക്ക ഉണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് തന്നെ ചക്ക ഒന്ന് മടുത്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു റാഗിപ്പൊടി വെച്ചിട്ട് ഒരു വെറൈറ്റി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കുഴച്ചിട്ട് നമ്മൾ ഇത് ബോൾസ് ആക്കണം. കാരണം വെച്ചാൽ ഇത് ഭയങ്കര ചൂടാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ കുട്ടികൾ ആരും തൊടരുത്. പിന്നെ ആണെങ്കിൽ ഇത് നമ്മളെ അമ്മമാർ ചേച്ചിമാർ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാം. ഞാൻ പിന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ. പിന്നെ നമ്മൾ ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ കൈയൊക്കെ പൊള്ളും, അതുകൊണ്ട് തന്നെ നമ്മൾ ചേച്ചിമാരും അമ്മമാരായിട്ടും അടുത്ത് വേണം, അവരോട് പറഞ്ഞാലും മതി കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചീനാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ല എന്നെ ചേച്ചിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ എന്തൊക്കെ ഡയലോഗ് അടിക്കുന്നുണ്ട്, എനിക്ക് തന്നെ ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ ഗൈസ് നമ്മളിത് കുഴച്ചെടുത്തിട്ട് നമുക്കിത് ഒരു ബോൾസ് ആക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് ആദ്യത്തെ തേങ്ങ ചിരണ്ടാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ എൻ്റെ അമ്മക്കൊരു സ്വഭാവമുണ്ട്. എൻ്റെ അമ്മ വളരെ ചെടിപ്രാന്തിയാണ്. അമ്മ എൻ്റെ വീട്ടിൽ വരെ ചെടി ഇതാക്കിയിട്ടുണ്ട്. ഇതേപോലത്തെ പ്ലാന്റ്സ് ആട്ടോ. പിന്നെ പുറത്താണെങ്കിൽ 1,00,000 ചെടികളുണ്ട് കേട്ടോ. എൻ്റെ അമ്മ ഒരു ചെടിപ്രാന്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമുക്ക് നമ്മളെ ഇതിലോട്ട് ശർക്കരയാണ് ഇടേണ്ടത്. പിന്നെ നമുക്ക് ശർക്കര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശർക്കര എല്ലാം ഇടുന്നത് പഞ്ചസാര ഇട്ടാലും മതി കേട്ടോ. പഞ്ചസാര ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവേ. അപ്പോൾ നമ്മൾ ഇത് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വളരെ കഷ്ടമുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണമേ. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും എല്ലാം ചെയ്തവർക്ക് വളരെ നന്ദിയുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ശരിക്കും എനിക്ക് ഓർമ്മയില്ല ഗൈസ്. പിന്നെ ഗൈസ് നാളെ സ്കൂളുണ്ട് ഗൈസ്. 3 ദിവസമായിട്ടാണ് ലീവ് കിട്ടിയത്. അന്നേരമൊക്കെ ഇതായി. അപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി തേങ്ങയൊക്കെ ചിരണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഗൈസ് എൻ്റെ അമ്മ ഈ ഇതുപോലെ ബോൾസ് ആക്കാൻ വേണ്ടി ഇതാക്കിയതാന്നേ. അന്നേരം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ഗോതമ്പ് പൊടി ഇട്ടതാന്നേ. എന്നിട്ട് അമ്മ അത് കുഴക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റായ പഞ്ചസാര എടുക്കാം. പഞ്ചസാര എടുത്തിട്ട് നമ്മൾ ഈ ഒരു തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാമേ. പിന്നെ നന്നായിട്ട് ക്ലീൻ ആവണം, ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് പിന്നെ പുറത്ത് പോകാതെ നോക്കാം. എനിക്ക് കുറച്ചൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. നമ്മളത് സീരിയസ് ആക്കുന്നില്ല, അതാണ്. പിന്നെ വീട്ടിലെ മറ്റേ അടുക്കള വൃത്തികേടാക്കുന്ന അമ്മമാർ ഉണ്ടെങ്കിലും ഇത് തീർന്നേനെ കേട്ടോ, നമ്മളെ പണി തീർന്നേനെ. അപ്പോഴത്തേക്കും നമ്മൾ ഏലക്ക ഇങ്ങനെ
ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക. അപ്പോഴത്തേക്കും എൻ്റെ അമ്മ റാഗിപ്പൊടി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ റൂമിലിരിക്കുമ്പോൾ ടപ്പ് 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 സൗണ്ട് കേൾക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ ആദ്യം ഓരോ ഡിഷുകൾ പരീക്ഷിച്ചിട്ട് അടുക്കള ക്ലീൻ ആക്കാതെ ഇട്ടപ്പോൾ അമ്മേൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ വെച്ച. എനിക്കത് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഈ ഒരു മാവ് റാഗീൻ്റെ അതിലോട്ട് ഈ ഒരു മറ്റേ തേങ്ങേൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. പിന്നെ പശു നെയ്യില്ലേ, അത് നമ്മൾ കയ്യിൽ പറ്റിയിട്ട് ഇതാക്കാവും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. നമുക്ക് ഇനി ഇത് വെച്ച് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അടിയിൽ വെള്ളം വെച്ചിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഓൾറെഡി ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ 5 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ ചില ഇൻഗ്രീഡിയൻസൊക്കെ എൻ്റെ അമ്മേൻ്റെയാണ്. ഗോതമ്പ് പൊടി, പിന്നെ എണ്ണ, അല്ല മറ്റേ നെയ്യ്, അതൊക്കെ എൻ്റെ അമ്മേൻ്റെ ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ല രസമുണ്ട് ഗൈസ് കാണാം. ഇതൊരു ഓറിയോ സംഭവം പോലെയുണ്ട്. നമുക്കിത് അടച്ചു കൊടുക്കാം. അയ്യോ, ഞാനൊന്ന് ശ്വാസം വിടട്ടെ ഗൈസ്. ഗൈസ്, അപ്പോഴത്തേക്കും നമുക്കിതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കൊഴുക്കട്ട സാധനം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിച്ച് വെക്കാം. എങ്ങനെയുണ്ട് ഇത്? അപ്പോൾ ഗൈസ്, ഇതിന് പശു നെയ്യിൻ്റെ, തേങ്ങേൻ്റെ, ഏലക്കായൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഏലക്കായ ഇഷ്ടമില്ലാത്തവർ ഏലക്കായ ഇടണ്ട കേട്ടോ. എല്ലാവരും ഇതൊന്നും മസ്റ്റ് ട്രൈ ആണ്. പിന്നെ എൻ്റെ ഈ ഒരു കൊഴുക്കട്ട പോലത്തെ സാധനം എൻ്റെ പല്ലിലൊട്ടിപ്പിടിച്ചു ഗൈസ്. എന്നൊരു കോമാളിയുടെ പോലെയുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ എന്നെ എങ്ങനെയുണ്ട് ഇത്. അയ്യോ, എനിക്ക് ചിരി വരുന്നു ഗൈസ് എൻ്റെ ഈ ഒരു പല്ല് കാണുമ്പോൾ. ഒന്നില്ലെങ്കിൽ എൻ്റെ പല്ല് ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. അന്നേരം ഈ ഒരു കൊഴുക്കട്ടയും കൂടി കഴിച്ചിട്ട് പിന്നെ ഇങ്ങനെ പല്ലൊക്കെ ഒട്ടിപ്പിടിക്കും ഗൈസ്. ഈ ഒരു പല്ലിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. പിന്നെ നല്ല ടേസ്റ്റൊക്കെയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല നന്ദി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ശരി, ബൈ ബൈ, ടാറ്റാ.